എൻ വാസുവിനെ കോടതിയിൽ നിന്ന് പുറത്തേക്ക് ഇറക്കുകയാണ്. അവിടെ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. ഇന്ന് വാസുവിനെ കോടതിയിൽ ഹാജരാക്കിയിരുന്നു. ശബരിമല സ്വർണ്ണ കവർച്ചയുമായി ബന്ധപ്പെട്ട് തിരുവിതാംകൂർ മുൻ ദേവസ്വം പ്രസിഡന്റ് എൻ വാസുവിനെ ഇപ്പോൾ കോടതിയിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുപോകുന്ന ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. തത്സമയ ദൃശ്യങ്ങളാണ്. കോടതിക്ക് പുറത്ത് വലിയ പ്രതിഷേധവുമായി BJP പ്രവർത്തകരുണ്ടായിരുന്നു. നമ്മൾ നേരത്തെ തന്നെ അവരുടെ പ്രതികരണങ്ങളും കണ്ടതാണ്. എന്തായാലും അവിടെ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. മനോജ് അവിടെയുണ്ട്. മനോജിലേക്ക് പോവുകയാണ്. മനോജ്, എന്തായാലും വാസുവിനെ ഇപ്പോൾ കോടതിക്ക് പുറത്തേക്ക് കൊണ്ടുവന്നിരിക്കുന്നു. വലിയ പ്രതിഷേധം ഇരമ്പുന്നുണ്ട്. അവർ കരിങ്കൊടി പ്രതിഷേധം ഉയർത്തുന്നുണ്ട്. പറയും മനോജ്. തീർച്ചയായും BJPയുടെ ശക്തമായിട്ടുള്ള പ്രതിഷേധം തന്നെയാണ്. കഴിഞ്ഞ തവണ ഇത്തരത്തിൽ എൻ വാസുവിനെ കോടതിയിൽ ഹാജരാക്കിയപ്പോഴും പ്രതിഷേധമുണ്ടായിരുന്നു. ഇന്നും തുടരുകയാണ്. ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട പ്രതികളെ വിജിലൻസ് കോടതിയിലേക്ക് എത്തിക്കുമ്പോൾ ശക്തമായിട്ടുള്ള പ്രതിഷേധം തന്നെയാണ് ഈ കോടതിക്ക് പുറത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നത്. എന്തായാലും ഈ ഒരു സാഹചര്യത്തിൽ, അതായത് റിമാൻഡ് കാലാവധി നീട്ടാനാണ് എൻ വാസുവിനെ ഇന്ന് കോടതിയിൽ ഹാജരാക്കിയിട്ടുള്ളത്. അതിനുശേഷം അതോടൊപ്പം തന്നെ രാവിലെ മുതൽ തന്നെ ഇന്ന് BJP പ്രവർത്തകർ ഇവിടെ എത്തിയിരുന്നു. എൻ വാസുവിനെ ഇവിടേക്ക് കൊണ്ടുവന്നപ്പോഴും ഈ ഒരു പ്രതിഷേധമുണ്ടായിരുന്നു. എന്തായാലും A. പത്മകുമാറിന്റെ കസ്റ്റഡി അപേക്ഷ സമർപ്പിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ KS ബൈജുവിന്റെ അടക്കം ജാമ്യാപേക്ഷ നാളെ കോടതി പരിഗണിക്കുന്നുണ്ട്. അതിനിടയിലാണ് എൻ വാസുവിനെ ഇന്ന് കോടതിയിൽ ഹാജരാക്കിയത്. ചേട്ടാ, പ്രതിഷേധം ഇനിയും തുടരാൻ തന്നെയാണ്? തീർച്ചയായിട്ടും ഏതറ്റം വരെയും പോകും. ഇവരെല്ലാം അകത്താക്കുന്നവരെ പ്രതിഷേധം തുടർന്നുകൊണ്ടിരിക്കും, ഉറപ്പായിട്ടും. ഇതിപ്പം ഞങ്ങൾ അറിഞ്ഞിരുന്നില്ല വാസുവിനെ കൊണ്ടുവരുന്ന കാര്യം, താമസിച്ചു പോയി. പക്ഷേ അയാൾ ഇനി വരുമ്പോൾ തീർച്ചയായിട്ടും ഞങ്ങൾ ശക്തമായ പ്രതിഷേധമായിരിക്കും ഉണ്ടാവുക BJPയുടെ ഭാഗത്തു നിന്ന്. തീർച്ചയായും എന്തായാലും ശക്തമായിട്ടുള്ള പ്രതിഷേധം ഉണ്ടാകുമെന്ന് തന്നെയാണ് BJP നേതാക്കളടക്കം ഇവിടേക്ക് അറിയിക്കുന്നത്. അതായത് പ്രാദേശിക BJP നേതൃത്വമാണ് ഇപ്പോൾ ഇവിടെ ഈ വിജിലൻസ് കോടതിക്ക് മുന്നിൽ ഈ ഒരു പ്രതിഷേധവുമായി എത്തിയത്. എന്തായാലും എൻ വാസുവിനെ കോടതിയിൽ ഇപ്പോൾ രണ്ടാമത്തെ തവണയാണ് വീണ്ടും എത്തിക്കുന്നത്. അപ്പോഴും ഈ പ്രതിഷേധം അങ്ങനെ തന്നെ തുടരുകയാണ്. എന്തായാലും A. പത്മകുമാറിനെ അടക്കം ഇങ്ങോട്ടേക്ക് എത്തിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ രാവിലെ പോലീസ് സന്നാഹം ഉണ്ടായിരുന്നു ഇവിടെ. പോലീസ് വലിയ രീതിയിലൊരു സുരക്ഷ ഒരുക്കിയിട്ട് തന്നെയാണ് എൻ വാസുവിനെ അടക്കം ഈ കോടതിയിലേക്ക് ഹാജരാക്കിയിട്ടുള്ളത്. എന്തായാലും കോടതിയുടെ നടപടിക്രമങ്ങൾ ഇന്ന് രാവിലെ മുതൽ തന്നെ ആരംഭിച്ചിരുന്നു. ഈ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ഈ പ്രതികളുടെ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നതിലും കസ്റ്റഡി അപേക്ഷയിലുമൊക്കെ കോടതി നാളേക്ക് പരിഗണിക്കുവാൻ വേണ്ടിയിട്ട് മാറ്റിവെച്ചിരിക്കുകയാണ്. എന്തായാലും A. പത്മകുമാറിനെ കസ്റ്റഡി അപേക്ഷ സമർപ്പിച്ച് അന്വേഷണ സംഘം കസ്റ്റഡിയിൽ വാങ്ങുന്നതോടുകൂടി തന്നെ കൂടുതൽ അറസ്റ്റുകളിലേക്ക് നീങ്ങാൻ കൂടെ സാധ്യതയുണ്ട്. കാരണം ഈ സ്വർണ്ണപ്പാളി കേസുമായി ബന്ധപ്പെട്ടടക്കം ഈ അന്വേഷണ സംഘത്തിന് കൃത്യമായിട്ടുള്ള വിവരങ്ങൾ ചോദിച്ച് അറിയേണ്ടതുണ്ട്. A. പത്മകുമാറിലേക്ക് വിരൽ ചൂണ്ടിയത് നേരത്തെ ഉണ്ടായിരുന്ന പ്രതികളുടെ മൊഴിയും അതോടൊപ്പം തന്നെ റിമാൻഡ് റിപ്പോർട്ടിലെ ആ വിവരങ്ങളൊക്കെ തന്നെയാണ്. ഇനി അടുത്ത അറസ്റ്റിലേക്ക് കൂടെ നീങ്ങാൻ A. പത്മകുമാറിന്റെ മൊഴി അത് നിർണായകമാണ്. കൂടുതൽ ചോദ്യം ചെയ്യലിലൂടെ ഈ ശബരിമല കൊള്ളയുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ അന്വേഷണ സംഘത്തിന് കണ്ടെത്താൻ സാധിക്കും. എന്തായാലും എൻ വാസുവിനെ ഇന്ന് രാവിലെ ഇവിടേക്ക് എത്തിച്ചിരുന്നു. ഇപ്പോൾ മറ്റ് നടപടിക്രമങ്ങൾ കഴിഞ്ഞ് തിരികെ ജയിലിലേക്ക് തന്നെയാണ് പോയിരിക്കുന്നത്. കാലാവധി നീട്ടിയിട്ടുണ്ട് എന്നുള്ളത്. വാസുവിനെ കോടതിയിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവരുന്ന തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടത്. പത്മകുമാറിന്റെ ജാമ്യാപേക്ഷയും കോടതിയിൽ എത്തിയിട്ടുണ്ട്. എന്തായാലും വിജിലൻസിന്റെ കസ്റ്റഡി കാലാവധി നീട്ടണമെന്ന ഹർജി മറ്റന്നാൾ പരിഗണിക്കും എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം.